നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാലഞ്ച് ഞാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ അതാട്ടോ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് ലവ് എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. പലരും ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെ ജീവിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വേണ്ടി നമ്മൾ കാണാറില്ല. ഒരു പക്ഷേ നമ്മൾ പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പാടിയിട്ടുണ്ടാവും, ചിലപ്പോൾ നന്നായിട്ട് വരച്ചിട്ടുണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ചിലപ്പം നമ്മൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഡാൻസർ ആയിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെതായ ആ ഒരു പ്രാരാബ്ദത്തിൻ്റെ ഇടയിൽ നമ്മളതൊക്കെ മറന്നിട്ടുണ്ടാവും. നമ്മളെ തന്നെ ഒന്ന് നന്നായി കണ്ണാടിയിൽ നോക്കാൻ തന്നെ മറന്നിട്ടുണ്ടാവും. നമ്മളെല്ലാവരും നമ്മളെ ലൈഫിലേക്ക് കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കേട്ടോ. ഇനി വരുന്ന 7 ദിവസത്തേക്ക് ഞാൻ ഒരു സെൽഫ് ലവ് സീരീസ് എന്നുള്ള രീതിയിൽ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ പോകാം കേട്ടോ. സെൽഫ് ലവ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷെ നമ്മൾ ആരും നമ്മുടെ ലൈഫിൽ ചെയ്യാറില്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും കൂടെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ അറിയില്ലെങ്കിൽ, നമുക്ക് നമ്മളെന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും എങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റും എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ ലൈഫിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോണേ. ഒരു സെൽഫ് ലവ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് ഏത് വ്യക്തി ചെയ്യുമ്പോഴും ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടോ ഞാൻ ഇത് കുറേ ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കാമെന്ന് ഇപ്പോഴാട്ടോ തീരുമാനിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാറുണ്ട്. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു ക്രിയേറ്റീവായിട്ട് വരും. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചുറ്റിയോടും പഞ്ചുലായിട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിക്ക് അവരുടെ ലൈഫ് ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനും പറ്റും കേട്ടോ. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യം കേട്ടോ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനെന്ത് ഇങ്ങനെ എന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തും. നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പഞ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയും ചെയ്യും. നമ്മൾ തന്നെ ശരിക്കും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇനിയുള്ള ഒരു 7 ദിവസം സെൽഫ് ലവ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇനിയത്തെ ഒരു 7 ദിവസം ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അത് എൻ്റെ കൂടെ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ സ്നേഹിക്കാനും പറ്റും കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ആ 7 കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ഇതിലൂടെ ഇപ്പോൾ പറയാൻ പോവാണ്. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന 7 ദിവസം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആ 7 ഡേയ്സ് ഞാൻ ഷോർട്ട്സ് ആയി ഇടുന്നതായിരിക്കട്ടെ. നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഈ 7 ഡേയ്സ് നമ്മൾ എഴുതാൻ പോണത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ ഇതൊരു പ്രാക്ടീസ് മാത്രമാണ്. ഈ 7 ഡേയ്സിലോട് സ്റ്റോപ്പ് ചെയ്യാനല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങോട്ടുള്ള പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ദിവസവും നിങ്ങളുടെ ദിവസങ്ങളിൽ ഇത് ഉൾപ്പെടേണ്ട ഒരു കാര്യം കേട്ടോ. അല്ലാതെ ഈ 7 ഡേയ്സ് ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നീട് നിങ്ങൾ യൂസ്ഡ് ആയി നിങ്ങളുടെ ഹാബിറ്റായി മാറേണ്ട കാര്യം കേട്ടോ. പലർക്കും പറയാനുണ്ടാവും എനിക്ക് എന്നെ സ്നേഹിക്കാൻ ടൈമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ വക കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ജസ്റ്റ് ഒന്ന് 7 ഡേയ്സ് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. എനിക്കിത് ചെയ്യാൻ വേണ്ടി സമയമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതെല്ലാം ഇതൊക്കെ എന്തിനാ ചെയ്യണേ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിലും അതേപോലെ നമുക്ക് വേണ്ടിയിട്ട് സെൽഫ് ലവ് ചെയ്യാനും ഒരു സെൽഫ് ടൈം കണ്ടെത്താനും പറയുമ്പം ഇതൊരു സെൽഫിഷ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയാണെന്നും കരുതരുത് കേട്ടോ. നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സമയം നമുക്ക് വേണ്ടി കണ്ടെത്തുക എന്നുള്ളതേ ചിന്തിക്കുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് നമ്മൾ കുറച്ച് ചിന്തയോടുകൂടെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു വലിയൊരു റെസ്പെക്റ്റ് ആട്ടോ. നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാട്ടോ. അതിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുക, നമുക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, സെൽഫിഷ് ആവുക എന്നുള്ള രീതിയിലൊന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കാം കേട്ടോ. എന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് വരെയുണ്ടാവില്ല, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു 5 ക്വാളിറ്റീസ് അത് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. പലപ്പോഴും ഞാനൊരു പോഡ്കാസ്റ്റ് ഇങ്ങനെ കേട്ട സമയത്ത് അതിലൊരു മാഡം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിനൊക്കെ പറ്റി മാഡം പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ്, കാരണം അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ വിറ്റു പോകാനുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളോട് തന്നെ ഡെയിലി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ശ്വാസം ഉണ്ടെങ്കിൽ അത് തൊട്ട് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത് പറയാന്നുള്ളത് വളരെ
ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊക്കെ ഇപ്പം എൻ്റെയൊക്കെ റിലീജിയൻ അനുസരിച്ചിട്ട് നമുക്ക് എഴുന്നേൽക്കുന്ന തൊട്ടിട്ട് നമ്മൾ എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറയും. ദൈവം ഇന്ന് തന്ന ഭക്ഷണത്തിന് നന്ദി, വസ്ത്രത്തിന് നന്ദി, ഇന്ന് എഴുന്നേൽക്കാൻ ലഭിച്ച ഒരു പുലർക്കാലത്തിന് നന്ദി, ഇനി നമ്മൾ എല്ലാത്തിനും നന്ദി പറയും. അത് കറക്റ്റ് ആട്ടോ. പക്ഷെ നമ്മളൊരു ഉറങ്ങാൻ നേരൊക്കെ ആകുമ്പോൾ നമ്മൾ ഇരുന്ന് നമ്മൾക്കൊരു പേപ്പറിൽ നമ്മളൊരു കടലാസിൽ പെന്നും എടുത്തിട്ട് നമ്മളെല്ലാം ഓർത്ത് എഴുതുന്നത് അതിൻ്റെ ഫീല് വേറെയാണ്. അത് ചെയ്യുന്നത് വേറൊരു മൈൻഡ് സെറ്റാണ് വിശ്വസിക്കുന്ന ഒരാളാട്ടോ. അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഫീൽ ചെയ്തിട്ട് പറയാം കേട്ടോ. നമ്മൾ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മളെല്ലാവരും താങ്ക്സ് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളൊരു പേപ്പറിലേക്ക് പിന്നീട് ചിന്തിച്ച് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് അത് വേറെ തന്നെയാണ്. അത് നമ്മുടെ മൈൻഡിന് മാറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ഒരു നല്ലൊരു എനർജി കൊണ്ടുവരുന്നത് വേറൊരു രീതി തന്നെയാണ്. എഴുതുന്നത് ഒരിക്കലും ഒരു റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്, അതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ അതിനെപ്പറ്റിയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ആ മാം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു 5 ക്വാളിറ്റീസ് എന്തായിക്കോട്ടെ, ഇനി 5 ആവണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേപ്പറിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പം നാളത്തെ ഇപ്പം ഒരു ദിവസം നമ്മളിപ്പം 7 ഡേയ്സിൽ ആദ്യത്തെ ഡേയ്സ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് വെറുതെ എഴുതി വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. പക്ഷെ വെറുതെ എഴുതി വെച്ചിട്ട് പോവല്ല, നിങ്ങളതിൽ ആ ദിവസം മുഴുവൻ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം നിങ്ങളൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ എല്ലാവരോടും ഭയങ്കര സ്നേഹമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരോട് സ്നേഹമായിട്ട് ബിഹേവ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ എഴുതി വെച്ചതിനൊരു ഗുണം ഉണ്ടാവില്ല. നിങ്ങളുടെ ആ ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യമാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി അന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാൻ കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് അതിനൊരു അർത്ഥം ഉണ്ടാവുക. അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. ഇനി രണ്ടാമത്തെ ദിവസത്തിൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു പക്ഷേ നിങ്ങൾ മുന്നേ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളായിരിക്കും, പാട്ട് കേൾക്കുന്ന ആളായിരിക്കാം. പക്ഷെ ലൈഫിൻ്റെ ഓട്ടത്തിൻ്റെ തിരക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ കാര്യമൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കാം. ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഡ്രോയിങ് വരയ്ക്കുക. അത് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെയിലി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഞാൻ പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ടാകും ചിലപ്പം. അന്നത്തെ ദിവസം അതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വേണ്ടിയിട്ട് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കിട്ടാത്ത ഒന്നുമില്ല കേട്ടോ. ടൈം അടക്കം കിട്ടാത്തില്ല. കാരണം ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഒരു സമയത്ത് ഞാൻ ടൈമില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച പല കാര്യങ്ങളും ഇപ്പം ഞാൻ ടൈം കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അന്നത്തെ ദിവസം സെക്കൻഡ് ഡേ നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കുക കേട്ടോ. പക്ഷെ അന്നത്തോടെ നിങ്ങൾ നിർത്തരുത്. ഇതൊരു ചാലഞ്ചായിട്ട് എടുക്കാന്നല്ലാതെ ലൈഫ് ലോങ് അങ്ങോട്ട് നിങ്ങളിത് എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരേണ്ടതല്ല. നിങ്ങൾ മരിക്കോളം നിങ്ങളോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, പക്ഷേ വേദനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കണ്ടില്ല അല്ലെങ്കിൽ വേദനിപ്പിച്ചു എന്നുള്ളത്, നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അന്നത്തെ കിട്ടുന്ന കോൺഫിഡൻസ് എന്താണെന്ന് അറിയോ? ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചാലും പ്രവേശിപ്പിച്ചാലും എനിക്ക് ഞാനില്ലേ എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും നമ്മളിലേക്ക് വളർന്നു വരും. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ള കാര്യം, അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിവ് എ കോംപ്ലിമെന്റ് ഫോർ യുവർ സെൽഫ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോംപ്ലിമെന്റ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ സാറിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊണ്ടു കൊടുത്തു കഴിയുമ്പോൾ അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, അത് എന്തെങ്കിലും തെറ്റോ പൊട്ടോ ആണെങ്കിൽ പറയും എന്തിനാണ് ഇത് ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ ചെയ്തു കൊടുത്തൊരു കാര്യം നല്ലതാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല, സൈലൻസ് ആയിരിക്കും. അവരത് ഭക്ഷണമാണെങ്കിലും കഴിച്ചിട്ട് പോകും, എന്തെങ്കിലും പ്രൊജക്റ്റ് വർക്ക് ആണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ പോകും. അതിനൊരു കോംപ്ലിമെന്റ് തരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളോട് തന്നെ കോംപ്ലിമെന്റ് പറയാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് മറ്റുള്ളവരുടെ കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ശീലവും ഉണ്ടാവും. പിന്നെ നമുക്കൊരാൾ കോംപ്ലിമെന്റ് തരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമവും ഉണ്ടാവില്ല. ഇത് മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു വീട്ടമ്മ ഇരിക്കുന്ന ആളാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് കഴിച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. നിങ്ങളെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുങ്ങിയോ എന്നും വേണ്ട, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ. ശരിക്കും നമുക്ക് കോംപ്ലിമെന്റ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വളരെ വലുതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഓഫീസിൽ നിന്നാണെങ്കിൽ സാറ് ഒന്നും തന്നില്ല, അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നമ്മളോട് തന്നെ പറയാം നീ നന്നായിട്ട് ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ കോൺഫിഡൻസ് വളർത്തും. അപ്പം മൂന്നാമത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഫൈൻഡ്ലി ആയിട്ട് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലൊക്കെ നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ് ലവ് ലെറ്റർ എന്ന് പറയുന്ന കാര്യം. അത് നമ്മളോട് തന്നെ എഴുതുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്താ ഈ പറയുന്നതെന്നൊരു തോന്നലുണ്ടാവില്ലേ. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ലെറ്റർ എഴുതുക. അതാണ് 4ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ.
നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പലപ്പോഴും നമ്മൾ പലരും പറഞ്ഞു കേട്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അത് നമ്മൾ നമ്മളോട് തന്നെ എഴുതുമ്പോൾ, അത് നമ്മൾ തന്നെ വായിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീൽ കിട്ടും കേട്ടോ. ശരിക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എങ്ങനെ എഴുതണ്ടേ എന്നുള്ളത്. ശരിക്കും നമുക്ക് കേൾക്കാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ വേണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ചില സമയത്ത് നീ ഇന്നലെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നവർക്കും നമ്മളോട് അടുത്ത് ആരെങ്കിലും പറയണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്കത് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് എഴുതാം, ഞാൻ ഇന്നലെ ഇന്ന സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത സമയത്ത് എനിക്ക് എന്നെ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് നന്നായി എന്നെ ഇഷ്ടമായി. ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ നമ്മൾ ലവ് ലെറ്റർ നമുക്ക് നമ്മളോട് തന്നെ ഒരുപാട് രീതിയിൽ എഴുതാം കേട്ടോ. അത് നമ്മൾ മനസ്സിനെ നമ്മൾ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് നമ്മളെ തന്നെ തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ എഴുതി ഒരു നല്ലൊരു ലവ് ലെറ്റർ നമുക്ക് നമ്മളോട് തന്നെ എഴുതാം കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് വളരെ നല്ല രസമാട്ടോ. നമ്മളോടൊക്കെ ഞാൻ ചെയ്യുന്നത് അതാട്ടോ 4-ാമത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത്. ഇനി 5-ാമത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ലൈഫിൽ എല്ലാവരും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഡ്രീം, നമ്മൾ സ്വപ്നം കാണാന്നുള്ളത്. അപ്പം ഈ 5-ാമത്തെ ദിവസം നിങ്ങൾ സ്വപ്നം കാണാന്നുള്ളത് പലരും ചില ആൾക്കാർക്ക് പറയാനുണ്ടാവും, ഈ സ്വപ്നം കാണാൻ പറ്റുന്ന ശ്വാസം വിടാൻ പോലും സമയമില്ല എന്ന്. പക്ഷെ അത് വരെ ചുമ്മാതാട്ടോ. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന ഒരു കുറച്ച് സമയത്താണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വേണ്ടുന്ന സ്വപ്നം കാണും കേട്ടോ. ഞാൻ കാണാറുണ്ട്. കാരണം ഞാൻ ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള ആളായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പൊതുവെ എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണാറുണ്ട് നമ്മൾക്ക് ഭാവിയിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഡ്രീം കാണാറുണ്ട്. ഇപ്പം ഞാൻ ഒരു ബിഗ് യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ യൂട്യൂബർ ആയിട്ടുള്ള ഡ്രീം കാണാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഡ്രീമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്, അത് ഞാൻ കാണാറുണ്ട്. ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് കാണും കേട്ടോ. കാരണം വീടൊക്കെ ആണെങ്കിൽ വീടൊക്കെ ഇങ്ങനെയായിരിക്കണം, അതിൻ്റെ ഇൻറ്റീരിയൽ അടക്കം ഞാൻ ഭയങ്കര നടക്കുമെന്ന് പോലും അറിയില്ല, പക്ഷെ വിഷ്വലൈസ് ചെയ്ത് കാണാറുണ്ട്. കാരണം അത് നമ്മളെ ലൈഫിനെ കുറച്ചും കൂടി നമ്മുടെ ബ്രെയിൻ ഒരിക്കൽ കൂടെ നമ്മൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂടെ ഒരുക്കും കേട്ടോ. അത് ശരിക്കും നടക്കുന്ന കാര്യമാണ്. അപ്പം ഞാൻ അങ്ങനെ കാണാറുണ്ട്. അതുപോലെ യൂട്യൂബിൻ്റെ കാര്യത്തിലും ഞാൻ കണ്ട ഡ്രീം എന്ന് പറയുന്നത് വലിയൊരു ചാനലായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ രീതിയിലൊക്കെ കുറേയൊക്കെ ഇപ്പോൾ ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. അതൊക്കെ സത്യം എൻ്റെ മനസ്സ് ഞാൻ അതിനെ ആഗ്രഹിച്ച് ഞാൻ അതിനെ ഒരുക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അല്ലാതെ എൻ്റെ മനസ്സൊന്നിനെ ആഗ്രഹിക്കാതെ എനിക്ക് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ പറ്റില്ല. ഒരു കാര്യത്തിൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യില്ല. നമ്മളൊരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, അതിനെ ഡ്രീം കാണാൻ വേണ്ടി ശ്രമിക്കുക, അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ആ 5-ാമത്തെ ഒരു ദിവസം മാത്രം ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളെ ലൈഫ് ലോങ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അത് കിട്ടൂലയോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡ്രീം കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഒരു വലിയ സന്തോഷമാണ്. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ അത് സംഭവിക്കണമെന്നില്ല. ഞാൻ ചിലപ്പോൾ ഹിമാലയത്തിലൊക്കെ ട്രിപ്പ് പോകുന്നതൊക്കെ കാണും. കാരണം പക്ഷേ അതൊന്നും നടക്കണമെന്നില്ല, അല്ലെങ്കിൽ അത് നടക്കണം എന്നുള്ള ആഗ്രഹമില്ല. പക്ഷെ ഡ്രീം കാണുന്നത് തെറ്റേ അല്ല, നമുക്ക് എല്ലാവർക്കും കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 5-ാമത്തെ ദിവസം നിങ്ങൾ ഡ്രീം കാണാം, അത് പ്രത്യേകിച്ച് വിഷ്വലൈസ് ചെയ്തിട്ട് അത്രയും നിങ്ങൾക്ക് എത്രത്തോളം ഹാപ്പിനെസ് തരുന്നു അത്രയും രീതിയിൽ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി 6-ാമത്തെ ദിവസത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. പലപ്പോഴും നടക്കാത്തൊരു കാര്യമാണ് നമുക്ക് വേണ്ടി ഒരുങ്ങുക. ചിലപ്പോൾ ഓഫീസിലേക്ക് പോകും തിരക്കിട്ട് പായും. അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം എവിടെയെങ്കിലും പോവാണ്, ഇപ്പം വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ തീർത്ത് എങ്ങനെയെങ്കിലും ഓടും. ചിലപ്പോൾ മര്യാദക്കൊന്നും കണ്ണാടി നോക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ഈ ദിവസം ഒരുങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പക്ഷേ നമ്മൾ ഈ 6th ഡേ എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് എവിടെയും പോകുന്നൊരു ദിവസം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദിവസത്തിനിടയിൽ എപ്പോഴാണോ പോകുന്നത് ആ ദിവസം മതി കേട്ടോ. ഇതിനായിട്ട് എവിടെയും പോകണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ പോകുന്ന ദിവസം നന്നായിട്ട്, ഇനി ഈ ഒരു ദിവസം മാത്രം എടുക്കുന്ന ചാലഞ്ച് അല്ല കേട്ടോ, ഇനി അങ്ങോട്ട് നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾ ഒരുങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇതിൽ ഒരു കാര്യം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാം കേട്ടോ. നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് കാണുന്ന അപ്പിയറൻസ് അല്ല കേട്ടോ. നമ്മളിപ്പം ഒരുങ്ങി നടക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലെങ്കിൽ, അങ്ങനെ ഞാൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൽഫ് ലവ് അല്ല, നമ്മൾ സെൽഫ് ആക്സെപ്റ്റൻസ് ആണ്. നമ്മൾ എന്താണോ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കുട്ടിക്കാലത്തൊരു എക്സ്പീരിയൻസ് പറയാം. സാധാരണക്കാരൊരു ജീവിതമാണ് ഞങ്ങളുടേത്. അച്ഛൻ വളരെ കൂലിപ്പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്രസ്സ് മേടിച്ചെന്നാൽ അതാണ് നമുക്ക്, അല്ലാതെ അതിനനുസരിച്ചുള്ള ഓർണമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ശീലിച്ചതുകൊണ്ട് അങ്ങനെയൊന്നും വേണമെന്ന ആഗ്രഹങ്ങളോ വാശിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഫാമിലിയിൽ ഇങ്ങനെ കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങളുടെ കസിൻ സിസ്റ്റർ ഒരാൾ ചോദിച്ചു, എന്താ ഇങ്ങനെ വന്നത്, കുറച്ച് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടൂടെ എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, അന്ന് എനിക്കുണ്ടായിരുന്ന സെൽഫ് ആക്സെപ്റ്റൻസ് ആണെന്നുള്ളത് ഇന്നാട്ടെ എനിക്ക് മനസ്സിലായത്. എൻ്റെ ഇഷ്ടം ഇതാണ്,
ഇതാണ് എനിക്കിഷ്ടം. ഇനി എനിക്ക് അത് ഇല്ലായ്മ കൊണ്ടൊന്നും അല്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇടാൻ താല്പര്യമില്ല. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഇപ്പം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ മേടിക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് പറ്റാറില്ല. കാരണം അതാണ് എൻ്റെ ലൈഫ് സ്റ്റൈല്. അപ്പം എനിക്കതിനെ മാറ്റി വേറൊന്നിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അങ്ങനെയാണ് ജീവിച്ചു വന്നത്. അപ്പം എന്താണ് നിങ്ങളെ സെൽഫ് നിങ്ങൾ ഉണ്ടായിരുന്നത് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കുറവിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ജീവിക്കുക. അത് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗിൽറ്റി ഫീലോ അല്ലെങ്കിൽ ഒരു മടിയോ തോന്നരുത്. ആ തോന്നാണ്ടിരിക്കുക എന്നുള്ളതാണ് ശരിക്കും സെൽഫ് ലവ് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരും നടക്കും പോലെ അങ്ങനെ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുങ്ങിയൊക്കെ ഭയങ്കരമായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ല, നിങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് പുറത്തുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങരുത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ചില ആൾക്കാർ ഭയങ്കര സിമ്പിൾ ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഇഷ്ടം എന്താണോ ആ രീതിയിൽ ഒരുങ്ങിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. ആ ഇഷ്ടങ്ങൾ മറന്ന് പലരും ജീവിക്കുന്നുണ്ട്, കുടുംബത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സമയമില്ലായ്മ കാരണമൊക്കെ. അങ്ങനെ വേണ്ട. നിങ്ങൾക്കായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് നഖമൊക്കെ ക്ലീൻ ചെയ്ത് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് നടക്കാറില്ല. അപ്പം ഞാനൊരു ദിവസം അങ്ങനെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊടുത്ത പ്രയോറിറ്റിയാണ് അന്നത്തെ ദിവസത്തിൽ. അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ എടുക്കുക. അതിപ്പോൾ ഞാനിപ്പോൾ 6th ഡേ ആണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ദിവസം തന്നെ ആവണമെന്നില്ല. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങി ഇറങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇറങ്ങുന്ന ഒരു ദിവസം നിങ്ങൾ അതിനായിട്ട് ഒരുങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കായിട്ട് ഒരുങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ള 7ാമത്തെ ദിവസത്തെ കാര്യം, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത് സെൽഫ് കെയർ ആണ്. സെൽഫ് കെയർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹെൽത്ത് വൈസ് ആയിട്ടാണെങ്കിൽ നമ്മുടെ മെൻ്റൽ വൈസ് ആയിട്ടുള്ള നമ്മൾ പലപ്പോഴും കെയർ ചെയ്യാൻ നമ്മൾ സമയമില്ല പറയാറുണ്ട്, അല്ലെങ്കിൽ കെയർ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഞാൻ ഈ 7ാമത്തെ ദിവസം ഒരു സെൽഫ് കെയർ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടോ, ഇപ്പം നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത്തിനാണെങ്കിൽ നമ്മൾ ഒരു ജേണൽ എഴുതൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല പോഡ്കാസ്റ്റ് ഉണ്ടാവില്ലേ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ട് അത് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം. അതേപോലെ നമ്മുടെ ഹെൽത്ത് കെയർ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടായിക്കോട്ടെ, ഹെയറിന് വേണ്ടി ആയിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും. പലരും ചിലപ്പോൾ ഇത് കുറേ പ്രായമായ ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവും. നമുക്കൊക്കെ എന്താ കെയർ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇല്ല കേട്ടോ, എല്ലാ പ്രായത്തിലും നമുക്ക് കെയർ അത്യാവശ്യമാണ്. ഇനി ഇൻ കേസ് നമുക്ക് ഫാറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളത്, അതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കഴിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എന്തായിക്കോട്ടെ, എന്തായാലും നമുക്ക് വേണ്ടി നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് പലരും നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഈ വർക്കിന്റെ പ്രഷറിലും കാര്യത്തിൽ നമ്മൾക്ക് വേണ്ടി പലതും കാണാറില്ല, ഇതാക്കാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം 7ാമത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 7 ദിവസം നിങ്ങൾ ചെയ്യുന്നത് ഒരു പടി ചവിട്ടൽ മാത്രമാണ്. നിങ്ങളൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമാണ്. നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാം. അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഒരു പടി ചവിട്ടുന്ന പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് യൂസ്ഡ് ആകുമ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം, ഒരു ദിവസം നമുക്ക് വേണ്ടി ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി അത് ഉണ്ടാവും. അതൊരിക്കലും ഒരു സെൽഫിഷ് ആയിട്ട് നമ്മളൊരു സമയം കണ്ടെത്തലല്ല. നമുക്കും കൂടെ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എന്ത് കഴിയുമ്പോഴാണെങ്കിലും, എന്ത് ലൈഫിൽ പ്രശ്നങ്ങൾ വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ആരെങ്കിലും കൂടെ വേണം. അല്ലെങ്കിൽ ഒരാളില്ലാത്തത് കൊണ്ട് നമ്മൾ തളർന്നു പോയി അതൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല കേട്ടോ. ലൈഫിൽ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാണ്. അത് എൻഡ് ഓഫ് ദ ഡേ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ത് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. അത് നമുക്ക് എത്രയും സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ടായാലും, നമ്മൾ ഒരുപാട് നോക്കുന്ന മക്കളുണ്ടെങ്കിലും പലപ്പോഴും പല സിറ്റുവേഷൻ നമ്മൾ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കായി എന്ന് തോന്നുമ്പോൾ നമ്മൾ തളർന്നു പോവാതിരിക്കണമെങ്കിൽ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനെ മറികടക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവും, നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവും, നമ്മൾ വീണു പോവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പം എൻ്റെ കൂടെ തന്നെ ഈ 7 ഡേയ്സ് നിങ്ങൾ ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ റിസൾട്ട് മെൻ്റലി അല്ലെങ്കിൽ ഹെൽത്തി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും, ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.